കുളിച്ച് കുട്ടപ്പനായി പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് നിങ്ങളിത് എങ്ങോട്ടാ വലിച്ചു വിടുന്നേ? എനിക്ക് ആ അരീത്ര വല്യച്ഛന്റെ അടുക്കളിൽ നിന്ന് പോണം സഖാവേ. ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. ആർക്കും വേണ്ടിയിട്ടാണ് ഇപ്പ നിങ്ങൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനക്കെല്ലാം പോന്ന്? അത് ഞങ്ങളുടെ മാണി സാറും കോൺഗ്രസും തമ്മിലുള്ള ഉടക്ക് അങ്ങ് ഇടപെട്ട് എത്രയും വേഗം നിർത്തി തരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കണം. അതുകൊള്ളാം. മാണിയും കോൺഗ്രസും തമ്മിലുള്ള പടപ്പുറപ്പാട് കണ്ടിട്ട് സാധാ മധ്യസ്ഥന്മാർക്കൊന്നും ഇതിലിനി റോളുണ്ടെന്ന് തോന്നണില്ല അറിയാച്ചാ. വേണ്ടി വന്ന ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന നിലയിലേക്ക് മാണിയവറുകൾ ഇപ്പൊ എത്തിയില്ലേ? അണ്ണ ഇതൊക്കെ ആ മാണിയണ്ണന്റെ വെററ്റുകളല്ലേ അണ്ണ? ആണ ഒറ്റയ്ക്ക് എവിടെ പോയി എങ്ങനെ മത്സരിക്കുമെന്നാണ് ഈ പറയണേ? അതെന്താ സാറേ സാർ അങ്ങനെ പറയുന്നേ? കോൺഗ്രസിന് കോട്ടയത്ത് പുതുപ്പള്ളിയിലല്ലാതെ വേറെ ഒരിടത്തും ഗ്രിപ്പില്ലാന്ന് അറിയാലോ. മാണി സാറിനാണെങ്കിൽ ഇപ്പൊ തന്നെ അവിടെ 4 MLA-മാരുണ്ട്. ഇനിയിപ്പോ ആ ജോസഫ് സാറും കൂടി ആകുമ്പോ കളി മാറും. അത് സാറ് മറക്കരുത്. ഇടമോനെ, മാണി സാർ ഈ പറയുന്ന പോലെ ഒറ്റയ്ക്കുള്ളൊരു മത്സരം ഒന്നും ഇവിടെ നടക്കില്ലെന്നേ. ഒരു ആവേശത്തിന് ഇനി അങ്ങനെ എങ്ങാനും എടുത്ത് ചാടിയാലേ അവിടെ ഒരു ത്രികോണ മത്സരമായിരിക്കും സംഭവിക്കുക. അങ്ങനെ വന്ന മണ്ണും ചാരി നിന്ന ഇടതൻ പെണ്ണും കൊണ്ടുപോകും. അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തിനാപ്പ ഈ എഴുതാപ്പുറം വായിക്കുന്നത്? മാണി മൂപ്പറും നമ്മളെ കോൺഗ്രസും തമ്മിലുള്ള ഉടക്കിന് കാരണോ നിങ്ങൾ ഈ പറയുന്ന പോലെ സീറ്റൊന്നും അല്ലപ്പാ. മുണ്ടാണ്ട് LDF കുത്തിയിരുന്ന ജോസഫിനെ പിടിച്ച് എന്തിന് നമ്മളെ UDF കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇവിടത്തെ വിഷയം. നമ്മളെ ചാണ്ടി മൂപ്പര് പറഞ്ഞ പോലെ ഇതിന്റെ കാരണം മാണി മൂപ്പര് ജനത്തിനോടൊന്ന് വിളിച്ചു പറഞ്ഞ ആ സെക്കൻഡിൽ ഈ പ്രശ്നം തീരൂലേ? അങ്ങനൊന്നും ഇതിവിടെ തീരത്തില്ല ആചാരെ. ഇപ്പൊ ഇറങ്ങി നിന്ന് ഉടക്കുന്നത് മാണി സാറാണെങ്കിലും അതിയാനെ കൊണ്ട് ഈ ഉടക്കിക്കുന്നത് ഞങ്ങളുടെ സഭയാണെന്ന് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ടാ മാണി സാറിപ്പോ ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക് എന്നൊരു ലൈൻ എടുത്തേ. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കാതെ സഖാവേ. എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ഉടക്കിയാലും അവസാനം നിങ്ങളുടെ മാണി സാറ് UDF-ന്റെ തന്നെ നിറങ്ങും. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ദേ സഖാവേ, അത് നിങ്ങൾക്ക് മാണിയവറുകളുടെ മെയ്വഴക്കത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ട് പറയണതാ. ഇടതിന്റെയും വലതിന്റെയും കൂടെ കളിച്ച് കാട്ടുകള്ളന്മാരുടെയും കായൽ രാജാക്കന്മാരുടെയും സകല താല്പര്യങ്ങളും സംരക്ഷിച്ചിട്ടും ഒരു പരിക്ക് പോലും ഏൽക്കാതെ പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയത്തിൽ മേയുന്ന ഈ മാണിയവറുകള് ആരാന്നാ നിങ്ങളുടെ വിചാരം? ചുഴിക്കുറ്റം ഒന്നുകൊണ്ട് മാത്ര ആ വിദ്വാന് കേരളം ഭരിക്കാൻ പറ്റാത്ത. അതുകൊണ്ട് മാണിയെ ഒറ്റയ്ക്ക് വിടാതെ എങ്ങനെയും വളച്ച് നക്കി കൊല്ലുന്നതാ കോൺഗ്രസിന് നല്ലത്. വേണ്ടാത്തതിൽ കൈയിട്ടാൽ വേണ്ടുവോളം ആപത്ത്.